അങ്ങനെ ഒരു ന്യൂ ഇയർ 2021 വന്നിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അല്ലേ. എങ്ങനെയാവും, ഈ കൊറോണ കൂടുമോ കുറയുമോ, എന്താണ് ഈ ലോക്ക്ഡൗൺ വരുമോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് അല്ലേ. ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായിട്ട് എല്ലാവരും ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. മാതിരപ്പള്ളി ഗണപതി ക്ഷേത്രം. അപ്പം അങ്ങോട്ട് നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ്. അപ്പം നമുക്ക് പോവാം അല്ലേ. അച്ഛനും കൂടെ നമുക്ക് പോവാം. അപ്പം അതേ അച്ഛനും വന്നു, ഞങ്ങൾ ഇറങ്ങി. അച്ഛൻ ഒരു ഹായ് കാണിച്ചേ. ഏറെ കാലങ്ങൾക്ക് ശേഷം ഒരു നീണ്ട യാത്ര അല്ലേ. മാതിരപ്പള്ളി വരെയുള്ള നീണ്ട യാത്ര 2 കിലോമീറ്റർ. നമ്മൾ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാറുണ്ട്. ഇന്ന് നമ്മള് വഴിപാടൊക്കെ വൈകിയേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ ലേറ്റ് ആയി പോയി ഇറങ്ങിയാല്. കുറച്ചുകൂടി നമ്മൾ നേരത്തേക്ക് ഇറങ്ങാറുണ്ട്. അമ്പലത്തിലേക്ക് കയറുകയാണ്. അമ്പലത്തിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ എല്ലാ മാസവും വരാറുള്ള ക്ഷേത്രമാണ്. എല്ലാ മാസവും നമ്മൾ വരാറുള്ള. പക്ഷേ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഏറെ ഗ്യാപ്പ് വന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളപ്പം അമ്പലത്തിലേക്ക് വരുന്നത്. എല്ലാ മാസവും നമ്മുടെ വഴിപാടുണ്ട് ഇവിടെ. കർഗഹോമവും ഒറ്റയപ്പവും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ആംബുലൻസാണ് ഇപ്പോൾ ഇവിടെ സാധാരണ മേടമാസത്തിൽ രോഹിണിയാണ് ഉത്സവം വരുന്നത്. അത് ചെറിയ രീതിയിലാണ് നടത്തുന്നതെന്നാണ് ഇവിടെ. വിനായക ചതുർത്ഥിയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ഏറ്റവും പ്രാധാന്യം ഇവിടുത്തെ ഒരു ദേശത്തിൻ്റെ തന്നെ സർവ്വ ഐശ്വര്യത്തിനായിട്ട് 1008 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ഇവിടുത്തെ ആ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ തന്നെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അമ്പലത്തിന് മുമ്പിലൊരു ഗണപതി സ്തുതി കൂടെ ആയാലോ. ഒറ്റയപ്പം ഒരുപാട് കൊടുത്തേക്കണം, കിട്ടാൻ കുറച്ച് താമസമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഗണപതി സ്തുതി ആവാം അല്ലേ. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. തുമ്പിയും കൊമ്പും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാനെ തടയൊല്ലേ. ഏകദന്ത കാക്കണമേ നിയതം. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. അരവണ പായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു വറ്റു നീ തരണേ. വിനായക ചതുർത്ഥിക്ക് മറ്റേ 1008 നാളികേരത്തിന്റെ ഗണപതിവും മാത്രം. ഞങ്ങളുടെ ഗാർഡനൊക്കെ വൃത്തിയാക്കാനായിട്ട് ജപ്പാൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഫുൾ മേക്ക് ഓവർ ആയി കഴിയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു വ്ലോഗ് ഇടുന്നുണ്ട് കേട്ടോ. ഇത് കപ്പ പപ്പടത്തിനുള്ളത് മുത്തശ്ശി പച്ചക്കപ്പ ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇത് കപ്പയല്ല, ഇതൊരു തരം വറ്റലാണ്. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. മുത്തശ്ശി അത് പറഞ്ഞു തരും ഡീറ്റെയിൽ ആയിട്ട്. അപ്പം അമ്മയും മുത്തശ്ശിയുടെ പ്രിപ്പറേഷൻസ് തുടങ്ങി. എല്ലാവർക്കും അറിയാവുന്ന ഐറ്റംസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല. സൺഡേ സ്പെഷ്യൽ. സോയ മഞ്ചൂരിയൻ ഒരു ദിവസം അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ.
ഫ്രൈഡ് റൈസ് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. നമ്മൾ ചേർക്കുന്ന മസാല ചിങ്സ് മസാല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ കേട്ടോ. ആമസോണിൽ നിന്ന് നിങ്ങൾ വരുത്തിച്ചതാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് മസാല, ചിങ്സ് മസാല 5 എണ്ണം ഉണ്ട് ഈ പൗച്ചിൽ. ഒരു കൂറായിട്ട് സെറ്റ് ആവാൻ വെച്ചിരുന്നു കേട്ടോ. നേരത്തെ സെറ്റ് ആവാനായിട്ട് വെച്ചിരുന്ന സോയയാണ്. അപ്പൊ നമ്മുടെ സോയ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൺഡേ സ്പെഷ്യൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ്, സാലഡ് ആൻഡ് നാരങ്ങാക്കറി, സോയ മഞ്ചൂരിയൻ, ചപ്പാത്തി. ഞങ്ങള് മസാല യൂസ് ചെയ്തിരിക്കുന്ന ഇതാണ്, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വ്ലോഗ് ഇവിടെ തീരെയാണ്. ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫ്യൂഷൻ TV. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്ത വ്ലോഗുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ ബൈ.